തലപ്പുലം ഗ്രാമപഞ്ചായത്തിലെ പനക്കപ്പാലം 85 നമ്പർ അംഗൻവാടിയുടെ പുതിയ കെട്ടിട നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം നടന്നു. മാണി സി കാപ്പൻ MLA കല്ലിടൽ കർമ്മം നിർവഹിച്ചു. തലപ്പലം ഗ്രാമപഞ്ചായത്ത് പനക്കപ്പാലം 85 നമ്പർ അംഗൻവാടിക്ക് പുതിയ കെട്ടിട നിർമ്മാണത്തിന് തുടക്കം. അംഗൻവാടിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനായി സൗജന്യമായി സ്ഥലം നൽകിയത് പരിയത്ത് രവീന്ദ്രൻ നായർ മഹത്തായ സേവനമാണെന്നും MLA പ്രസംഗത്തിൽ പറഞ്ഞു. അതെല്ലാം ഉപരി MLA ഫണ്ട് കിട്ടിയാൽ പോലും ഇത് പണിയുന്ന സ്ഥലം വേണ്ട. ആ സ്ഥലം തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും എല്ലാവരും അംഗീകരിക്കുകയും എല്ലാവരും അനുമോദിക്കുകയും ചെയ്യേണ്ട അദ്ദേഹത്തിന്. നിങ്ങൾ എന്നിൽ ഒരു കർത്തവ്യം ഏൽപ്പിച്ചു MLA എന്നുള്ള നിലയിൽ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഇവിടെ എല്ലാ വാർഡുകളിലും MLA ഫണ്ടുകൾ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളൂ. MLA ആയി കഴിഞ്ഞാൽ പിന്നെ പൊതുസ്വത്താണ്. ആ പൊതുസ്വത്ത് എന്നുള്ളതിൽ നിങ്ങൾ എന്നിൽ അർപ്പിച്ച അധികാരം വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. തലപ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോമി ബെന്നി അധ്യക്ഷത വഹിച്ചു. എല്ലാവർക്കും ഈ പനക്കപ്പാലം അംഗൻവാടിയെ കുറിച്ച് ഒത്തിരിയേറെ ദയനീയമായ ഒരു അവസ്ഥയിൽ ഒത്തിരിയേറെ എല്ലാ വർഷവും പഞ്ചായത്തിന് ഭയങ്കര ഒരു കഷ്ടപ്പാടും ദുരിതവും വെള്ളം കയറുന്ന പ്രശ്നമൊക്കെ വന്ന് എല്ലാവർക്കും മാനസികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കിയ ഇതൊരു സ്ഥലമായിരുന്നു പനക്കപ്പാലം അംഗൻവാടി. നമ്മളെ സംബന്ധിച്ച് ഈ വാർഡിൽ ഇങ്ങനെ ഒരു സ്ഥലം ദാനമായി കിട്ടിയതും എല്ലാവരും ഈശ്വരാനുഗ്രഹം എന്ന് മാത്രം നമുക്ക് വിചാരിക്കാം. അംഗൻവാടി ടീച്ചർ രമാദേവി യോഗത്തിൽ സ്വാഗതം ആശംസിച്ചു. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോയിസ് കറിയ, ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീകല R, ബ്ലോക്ക് മെമ്പർ പ്രേംജി, വാർഡ് മെമ്പർ സുധാ രഘു, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോയി ജോസഫ്, മെമ്പർമാരായ സന്തോഷ് ജോസഫ്, ആൻസി വില്ലന്താനം, അഞ്ജലി, ചിത്ര സജി എന്നിവരും പ്രസംഗിച്ചു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അനുപമ വിശ്വനാഥ്, മുൻ മെമ്പർ ബിജു KDP പ്രസിഡന്റ് തോമസ് മുതലക്കുഴി, ദേവയാന ടീച്ചർ എന്നിവരും ചടങ്ങിൽ സംസാരിച്ചു. പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാകുന്നതോടെ പ്രദേശത്തെ കുട്ടികൾക്ക് കൂടുതൽ സൗകര്യപ്രദമായ പഠനം ലഭിക്കുമെന്ന് ജനപ്രതിനിധികൾ അഭിപ്രായപ്പെട്ടു. i4A ന്യൂസ് പാല.